അല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഈ മാർക്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെ പാസ്സാവാനാണ്. ഡിസ്ക്ലെയിമർ, ഇത് തികച്ചും എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2026 മാർച്ച് പബ്ലിക് എക്സാമിൻ്റെ സയൻസിൻ്റെ എക്സാമിൻ്റെ റിവ്യൂ. ഇതെങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞേക്കും നിങ്ങൾക്ക് ഞാൻ കുറേ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ട് നികത്തണമെന്ന് വിചാരിക്കും. പക്ഷെ ഇത് തന്നെയാണ് ഒട്ടുമിക്ക പിള്ളേരുടെ അവസ്ഥ. ഞാൻ +1 ബയോളജി ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ബയോളജി നിങ്ങൾക്കറിയാം 19 ചാപ്റ്റർ ഉണ്ട്. ഇത് അവിടെ ഇവിടെ തോണ്ടി പഠിച്ചിട്ടാണെന്ന് പോയത്. എങ്ങാനും മാർക്ക് കൂടണമെങ്കിൽ കൂടട്ടെ, ഇത്ര രൂപ കൊടുത്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റിന് 3 സബ്ജക്റ്റിന് എന്തോ 1000 രൂപ കൊടുത്ത് നമ്മൾ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും പോയി അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ 19 ചാപ്റ്ററും എന്തൊക്കെയോ കാട്ടി വെച്ചിട്ട് പോയി 1-2 മാർക്ക് കൂടണമെന്ന് വിചാരിച്ചിട്ട് പോയി എഴുതി. ഓക്കെ, ഉച്ചക്ക് പിറ്റേ ദിവസം രാവിലെ മാത്സ്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. കാൽക്കുലസ് അതുപോലെ തന്നെ ഇത് ഭീകരജീവിയാണെന്ന് എല്ലാവരും പറഞ്ഞു വെച്ചിട്ട് പഠിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ചെയ്തു വരുമ്പോൾ കിട്ടുന്നുണ്ട്. ബട്ട് ഇതിനകത്ത് കുറച്ച് ഫോർമുലാസ് ഒക്കെ മെമ്മറൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് സ്മൂത്തായിട്ട് ഇന്ന ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ എല്ലാ പിള്ളേരും ഇതിന് മുമ്പുള്ളത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ ഇതൊക്കെ ചെയ്തിട്ടാണ് മാർക്ക് വാങ്ങിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പക്ഷേ ഈ പേപ്പർ ആകെ എനിക്ക് തോന്നുന്നു LPPൻ്റെ മാർക്കും കിട്ടും, പിന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ മാർക്കും കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഈസി ആയിരുന്നു, എപ്പോഴും ചോദിക്കണ പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പറയാൻ വേണ്ടിയായിരിക്കും. ഞാൻ ട്രാൻസിറ്റീവും റിഫ്ലെക്സീവും അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതി, ലൈക്ക് പ്രോപ്പർട്ടീസ് എല്ലാം കണ്ടണം, പക്ഷെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി തോന്നുന്നു. പക്ഷെ എന്തായാലും അവസാനം ഇക്വലൻസ് ആണ്. പക്ഷെ അതിന് ചിലപ്പോൾ മാർക്ക് കുറക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇക്വലൻസ് ക്ലാസ്സസ് എന്താണെന്ന് അത് ഞാൻ എഴുതിയിട്ടില്ല. അപ്പോൾ ആ 2 മാർക്ക് കിട്ടും, പിന്നെ അടുത്ത 3 മാർക്ക് കിട്ടും, പിന്നെ ബാക്കിലത്തെ LPPൻ്റെ ഒരു 6 മാർക്ക് കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിസ്റ്റം ലീനിയർ ഇക്വേഷൻ, ഇത് എല്ലാവരും പറഞ്ഞ് ചെയ്ത് പഠിക്കണം എന്ന്. ഞാനൊരു 10-12 കോ ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് ചെയ്യാൻ എനിക്കും അറിയാം. പക്ഷേ ഒരു ടൈം ആകുമ്പോഴേക്ക് ഇത് കിട്ടണില്ല. ഒരു കുറച്ച് നേരം പിടിച്ചിട്ട് ഞാനിത് ചെയ്തതിന് ശേഷം ആൻസർ നമ്മൾ ഈ ഇക്വേഷനിൽ ലൈക്ക് x+y + 3z = 16 ഈ ഒരു സംഭവമാണ്. ഇത് ചെയ്തിട്ട് എനിക്ക് ആദ്യത്തെ രണ്ടാമത്തെ ലൈക്ക് എക്സും കിട്ടി വൈയും കിട്ടി. ചില മിസ്റ്റേക്കുകളാണ്, ഞാൻ തന്നെ വരുത്തുന്ന മിസ്റ്റേക്കാണ്. പക്ഷെ ഇത് കിട്ടിയിട്ട് വേണം മനുഷ്യനടുത്ത് തുടങ്ങാനെന്നുള്ളൊരു ബോധം ഇത് തീരണ്ടേ. ഇത് കിട്ടിയെന്ന് ഇത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തണ്ടേ. അങ്ങനെ ഞാനൊരു സൈഡിൽ ഈ ഒരു പ്രോബ്ലത്തിന് വിട്ടിട്ടാണ് ഞാൻ LPP ചെയ്തത്. ഇത് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ LPP അവിടെ തന്നെ കിടന്നേനെ. 6 മാർക്ക് അങ്ങനെ തന്നെ പോയേനെ. എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട്. +1 ഡബിൾ പാസ് ഉള്ളതുകൊണ്ട് മാത്രം പാസ്സാകും എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ എനിക്കറിയില്ല ഞാൻ ഈ മാർക്ക് വെച്ചിട്ട് ഞാൻ എങ്ങനെ പാസ്സാവാനാണ്. എന്തൊക്കെയോ കാട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഡിസ്ക്ലെയിമർ, ഇത് തികച്ചും എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. ഞാൻ ബയോളജി എക്സാം എഴുതേണ്ടവർക്ക് ഇത് എഴുതാത്തവർ കുറേ പേരുണ്ട്. അതിൽ നേരത്തെ ബയോളജി എക്സാം പഠിച്ചു വെച്ചവർ കുറേ പേരുണ്ട്. ആൻഡ് അങ്ങനെ ഞാൻ എന്തുകൊണ്ട് നേരത്തെ പഠിച്ച് വെക്കാത്ത എന്നുള്ളൊരു രീതി ഞാൻ പറഞ്ഞുതരാം. കാണുന്നവർ പറയണേ ഇത് ഇമ്പ്രൂവ്മെൻ്റ് എഴുതാനാ, ഓൾറെഡി പാസ്സായതല്ലേ, ഇതിപ്പോൾ കൂടണമെന്നാണ്. നിങ്ങളാദ്യം +2 ഫോക്കസ് ചെയ്യും. +2ലാണ് നിങ്ങൾ 1 വർഷം പഠിച്ചിട്ട് കിട്ടാത്ത സാധനം നിങ്ങൾ ഈ ഇതിൻ്റെ ഒപ്പം പഠിച്ചിട്ട് എങ്ങനെ കിട്ടാനാണ്? നിങ്ങൾ +2 ഫോക്കസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് +2 ഫോക്കസ് ചെയ്തപ്പോൾ അതുമില്ല ഇതുമില്ല. +2 ഫോക്കസ് ചെയ്തിട്ട് നല്ലപോലെ പഠിച്ചിട്ട് മാർക്ക് പഠിക്കണം. പക്ഷേ അങ്ങനെ ആവറേജ് സ്റ്റുഡൻറ്റ് എല്ലാം കൂടി ഒന്നും തല നിൽക്കത്തില്ല. ഞാൻ ഇൻ്റഗ്രൽസ് ഡിഫറൻസിയേഷൻ ഇതൊക്കെ എല്ലാം ഞാൻ പഠിച്ച് എല്ലാം എൻ്റെ നോട്ട്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് തലേ വെക്കണ്ടേ. അപ്പോൾ എനിക്ക് എന്തിനാണ് നിങ്ങൾ സയൻസ് എടുക്കാൻ പറ്റും? കുഴപ്പം. ബൈ ഗൈസ്.